ടഫ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ടുവേർഡ്സ് എ ജെൻഡർ ന്യൂട്രൽ സൊസൈറ്റി. അല്ലെ, ലിംഗവിവേചനമില്ലാത്ത സമൂഹത്തിലേക്ക് എന്ന ചാപ്റ്റർ നിങ്ങൾക്ക് ടഫ് ആണെന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പൊ ഈ ഒരു ചാപ്റ്റർ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ സെറ്റ് ആക്കാൻ പോവാണ്. അപ്പൊ ഈ ചാപ്റ്ററിൽ നിന്ന് ഫസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ചോദ്യമാണ് ജെൻഡറും സെക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന്. ഓക്കെ, ഉറപ്പിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു ചോദ്യം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. എന്താണ് ജെൻഡറും സെക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല മക്കളെ, സെക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ച പാടെ തന്നെ നമ്മുടെ ബർത്ത് ടൈമിൽ തന്നെ ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് സെക്സ് എന്ന് പറയുന്നത്. സെക്സ് എന്ന് പറയുന്നത് ബയോളജിക്കൽ ഫീച്ചേഴ്സിനെയാണ് അത് റെഫർ ചെയ്യുന്നത്. അത് ജീവശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകളെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ നമ്മുടെ സെക്സിൽ നിന്ന് ജെൻഡറിലേക്ക് പോകുമ്പോൾ ജെൻഡർ എന്ന് പറഞ്ഞാൽ പിന്നീട് നമ്മൾ പഠിക്കുന്നതാണ് ജെൻഡർ എന്ന് പറയുന്നത്. നമ്മൾ ലേൺ ചെയ്തിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നതാണ് ജെൻഡർ എന്ന് പറയുന്നത്. സെക്സ് പോലെ ബർത്ത് ടൈമിൽ ഫിക്സ്ഡ് ആയിട്ട് ചൂസ് ചെയ്യുന്നതല്ല എന്ത് ജെൻഡർ എന്ന് പറയുന്നത്. ജെൻഡർ എങ്ങനെയാണ് റെഫർ ചെയ്യുന്നത്? ഇറ്റ് ഇസ് സോഷ്യൽ, കൾച്ചറൽ ആൻഡ് സൈക്കോളജിക്കൽ ഫീച്ചേഴ്സ്. ഓക്കെ, സാമൂഹികവും സാംസ്കാരികവും മാനസികവുമായിട്ടുള്ള സവിശേഷതകളെയാണ് നമ്മുടെ ജെൻഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി സെക്സ് നോക്കുകയാണെങ്കിൽ സെക്സ് എന്താണ് പറയുന്നത്? ഇറ്റ് ഷോസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഒരാൾ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? അവരുടെ ക്രോമസോംസ്, ഫിസിക്കൽ സ്ട്രക്ചർ, ഹോർമോൺസ്, ജെനിറ്റേലിയ, ഇതൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് ഒരു വ്യക്തി പെണ്ണാണോ അല്ലെങ്കിൽ അത് ആണാണോ എന്നുള്ള കാര്യം. ഓക്കെ, പക്ഷെ ജെൻഡറിലേക്ക് നോക്കുകയാണെങ്കിൽ അത് ബയോളജിക്കൽ അല്ല, അതേപോലെ തന്നെ അത് സ്ഥിരമായിട്ടുള്ള ഒന്നും അല്ല. അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജനിച്ച സമയത്തുള്ള സെയിം സെക്സിലുള്ള ആ ഒരു ജെൻഡർ ഐഡന്റിറ്റി തന്നെ ആയിരിക്കില്ല പിന്നീട് അയാളുടെ ലൈഫ് ലോങ്ങിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇനി സെക്സിനെ കുറിച്ച് അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അത് അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ആണ്, ആരോപിത പദവിയാണ്. പക്ഷെ ജെൻഡർ എന്ന് പറയുന്നത് അച്ചീവ്ഡ് സ്റ്റാറ്റസ് ആണ്, ആർജിത പദവിയാണ്. അപ്പൊ എന്താണ് അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസും അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാല്? ഒന്നുമില്ല, നമ്മൾ പറഞ്ഞല്ലേ സെക്സ് എന്ന് പറഞ്ഞാൽ അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ആണെന്ന്. അത് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് അസൈൻഡ് അറ്റ് ദ ടൈം ഓഫ് ബർത്ത്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മളെ സെക്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സെക്സ് മാത്രമല്ല, വയസ്സാവട്ടെ, റേസ് ആവട്ടെ, ഇതൊക്കെ നമ്മുടെ ജനന സമയം തന്നെ ഡിറ്റർമൈൻ ചെയ്തതായതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നുണ്ട്? അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ ആരോപിത പദവി എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ അച്ചീവ്ഡ് സ്റ്റാറ്റസ് ആണ് നമ്മുടെ ജെൻഡർ എന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടാണ് ജെൻഡറിനെ അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ആയിട്ട് പറയാത്തത്? ബിക്കോസ് അത് നമ്മൾ ജനിച്ച സമയത്തല്ല ഡിറ്റർമൈൻ ചെയ്യുന്നത്. അച്ചീവ്ഡ് സ്റ്റാറ്റസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ പിന്നീട് നമ്മുടെ കഠിനാധ്വാനത്തിലൂടെ നമ്മൾ നേടിയെടുക്കുന്നതാണ് അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ. അതായത് പിന്നീട് നമ്മൾ ചൂസ് ചെയ്യുന്നതാണ് എന്ത്? ജെൻഡർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ഏത് ക്ലാസിഫിക്കേഷനിൽ വരുത്താം? അത് അച്ചീവ്ഡ് സ്റ്റാറ്റസ് ആണെന്ന് പറയാം. ഇറ്റ് ഈസ് എ സോഷ്യൽ സ്റ്റാറ്റസ് ഏൺ ത്രൂ പേഴ്സണൽ എഫേർട്ട്. നമ്മുടെ പേഴ്സണൽ എഫേർട്ടിലൂടെ നമ്മൾ നേടിയെടുക്കുന്നതാണ്. ഓക്കെ, അതായത് നമ്മളുടെ ഇഷ്ടപ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് കഷ്ടപ്പെട്ടിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്, അതേപോലെ നമ്മൾ ജോലി എടുക്കുന്നുണ്ട്, നമ്മൾ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആയിട്ട് പറയാം? നമുക്ക് അച്ചീവ്ഡ് സ്റ്റാറ്റസിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് സെക്സും ജെൻഡറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. നിർബന്ധമായിട്ട് പഠിക്കണം, ഒരു സംശയം വേണ്ട. ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. റെഡി ആണെങ്കിൽ നമുക്കിതാ മുമ്പോട്ട് തന്നെ പോകാം. ഇനി ഇതാ പറയുന്നത് ജെൻഡർ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണെന്നാണ്, സാമൂഹിക ഘടനയാണെന്നാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞൂല്ലേ, ജെൻഡർ എന്ന് പറയുന്നത് ബർത്ത് ടൈമിൽ ഡിറ്റർമൈൻ ചെയ്തതല്ല, അത് പിന്നീട് നമ്മൾ സമൂഹമായിട്ട് ഇടപഴകുമ്പോൾ സമൂഹമാണ് എന്ത് ചെയ്യുന്നത്? ഒരു ജെൻഡർ ഇങ്ങനെ ആവണം എന്നുള്ള കാര്യം പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പൊ ജെൻഡർ എക്സ്പെക്ടേഷൻസ് ആർ ഷേപ്ഡ് ബൈ സൊസൈറ്റി. ബയോളജിക്കലി ഉള്ളതല്ല, അത് സൊസൈറ്റി ആണ് ഷേപ്പ് ചെയ്യുന്നത്. ഒരു ജെൻഡർ ഇങ്ങനെയാണോ, സ്ത്രീകൾ ഇങ്ങനെയാവണം, പുരുഷന്മാർ ഇങ്ങനെയാണോ? നമുക്കൊരു കുറെ എക്സാമ്പിൾസിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ നോക്കി ചുറ്റുവട്ടത്ത് നോക്കിയാൽ മതി. കൂടുതലും പറയാം ഗേൾ ചൈൽഡ് എന്ന് പറയുന്നത് നല്ല ഭാവക്കുട്ടികളോട് കൂടി കളിക്കണം, അല്ലെങ്കിൽ എന്താ അവര് കിച്ചൺ സെറ്റ് വെച്ചിട്ട് കളിക്കണം. പക്ഷേ ഒരു ബോയ് ചൈൽഡ് ആണെങ്കിലോ, ബോയ് ചൈൽഡ് ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല, അവര് ഗണ്ണോ അല്ലെങ്കിൽ സ്പോർട്സ് കാറോ സ്പോർട്സ് ബൈക്കൊക്കെ ഉപയോഗിച്ചിട്ടാണ് കളിക്കേണ്ടതെന്ന് പറയാറുണ്ട് അല്ലെ. അങ്ങനെ നമ്മുടെ സൊസൈറ്റി എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു എക്സ്പെക്ടേഷൻ വെച്ചിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജെൻഡർ ഇസ് എ സോഷ്യൽ കൺസ്ട്രക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു എക്സ്പെക്ടേഷൻ നമ്മുടെ സൊസൈറ്റി വെച്ചത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് ജെൻഡർ ഒരു സാമൂഹിക ഘടനയാണെന്ന്. ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ട്രാൻസ്ജെൻഡർ ഐഡന്റിറ്റി ആണ് അല്ലെ. അപ്പൊ ചില വ്യക്തികളുടെ ജെൻഡർ ഐഡന്റിറ്റി അവരുടെ ബയോളജിക്കൽ ആയിട്ടുള്ള സെക്സുമായിട്ട് മാച്ച് ചെയ്യില്ല. ഓക്കെ, ചില ആളുകളുടെ ജെൻഡർ ഐഡന്റിറ്റി അവരുടെ ബയോളജിക്കൽ സെക്സുമായിട്ട് മാച്ച് ചെയ്യില്ല. അതായത് നമ്മുടെ സൊസൈറ്റിക്ക് ഒരു എക്സ്പെക്ടേഷൻസ് ഉണ്ടാവില്ലേ, ഈ ക്വാളിറ്റീസ് ഒക്കെ കാണിച്ച ആള് പുരുഷനാണ്, ഈ ക്വാളിറ്റീസ് ഉള്ള ആളാണ് സ്ത്രീയാണ്. പക്ഷെ ഇതുമായിട്ട് മാച്ച് ചെയ്യാത്ത കുറച്ച് ആളുകൾ ഉണ്ടാവും. അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ട്രാൻസ്ജെൻഡേഴ്സിൽ നമുക്ക് ട്രാൻസ് മെന്നെയും കാണാം, അതേപോലെ ട്രാൻസ്
വുമണിനെയും കാണും. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് സോഷ്യലൈസേഷൻ, സാമൂഹീകരണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചിലപ്പോൾ ഒരു 2 മാർക്കിന് ചോദിച്ചേക്കാം. അപ്പൊ നിങ്ങൾ എഴുതണം, സാമൂഹീകരണം എന്ന് പറഞ്ഞാൽ അതൊരു ലൈഫ് ലോങ് പ്രോസസ് ആണ്. ഓക്കെ, നമ്മുടെ ജീവിതകാലം മുഴുവനും തുടരുന്ന ഒരു പ്രോസസ്സാണ് സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ. നമ്മൾ ജനിച്ചപ്പോൾ നമുക്കറിയില്ല എങ്ങനെയാണ് ഇവിടെ ഇടപഴകേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റിയെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയ ഇല്ല അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ സൊസൈറ്റിയിൽ വന്നിട്ട് ആളുകളുമായിട്ടൊക്കെ ഒന്ന് കണക്ഷൻ ഒക്കെ വരുത്തിയിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ എന്തുകൂടെ പറയുന്നുണ്ട്, ഇതിനെ ലേണിംഗ് പ്രോസസ് എന്ന് കൂടി പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പഠിച്ചെടുക്കുന്ന ഈ ഒരു ലേണിംഗ് പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ സാമൂഹീകരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സൊസൈറ്റിയിലുള്ള ആളായിട്ട് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് വാല്യൂസും പ്രാക്ടീസും സൊസൈറ്റിയിൽ നിന്ന് പഠിച്ചെടുക്കുന്നു. അപ്പൊ ഈ ഒരു പഠിച്ചെടുക്കൽ പ്രക്രിയ എവിടെ തുടങ്ങുകയാണ് ചെയ്യുന്നത്, നമ്മുടെ ജനനം മുതൽ നമ്മുടെ മരണം വരെ തുടങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ലേണിംഗ് പ്രോസസ്സിനെയാണ് മക്കളെ നമ്മൾ എന്ത് പറയുന്നത്, സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ സാമൂഹീകരണം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? യെസ്. ഇനി ഇതാ ജെൻഡർ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാല് നമ്മൾ പറഞ്ഞു, നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. സെക്സ് എന്ന് പറഞ്ഞാൽ ബർത്ത് ടൈമിലാണ്, പക്ഷെ ജെൻഡർ എന്ന് പറഞ്ഞാൽ പിന്നീട് നമ്മൾ ചൂസ് ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ നമ്മുടെ ജെൻഡറിനെ കുറിച്ച് നമുക്കില്ലാത്ത കുറച്ച് എക്സ്പെക്ടേഷൻസ് ആർക്കും ഉണ്ടാവും, സൊസൈറ്റിക്ക് ഉണ്ടാവും. സൊസൈറ്റിക്ക് കുറച്ച് എക്സ്പെക്ടേഷൻസ് ഉണ്ട്. അതായത് ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോൾഡ് ആയിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം, നല്ല മസിലൊക്കെ ഉള്ളതായിരിക്കണം എന്നുള്ള ഒരു തോട്ട് ഉണ്ട്. അതേപോലെ തന്നെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര സ്വീറ്റ് ആയിരിക്കണം, പിന്നെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കണം. അതൊക്കെ നമ്മുടെ സമൂഹം വാർത്തെടുത്ത കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് എക്സ്പെക്ടേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജെൻഡർ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലുള്ള ഒരു പറച്ചിലാണ് എന്ത്, ദുർബലതയൊന്നും ആര് കാണിക്കാൻ പാടില്ല, പുരുഷന്മാര് കാണിക്കാൻ പാടില്ല. അവർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവർ ഭയങ്കര ബോൾഡ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കണമെന്ന്. അതേപോലെ തന്നെ നമ്മുടെ സ്ത്രീകളെ കുറിച്ച് പറയുന്നത് എന്താണ്, അവർ കൂടുതലും കരുതലുള്ളവരായിരിക്കണം എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ സൊസൈറ്റിയുടെ ഈ ഒരു ജെൻഡറിനെ കുറിച്ചുള്ള എക്സ്പെക്ടേഷനെയാണ് നമ്മൾ ലിംഗപരമായിട്ടുള്ള പ്രതീക്ഷകൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് സ്റ്റാറ്റസ് ആണല്ലേ നോക്കാൻ. സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം, നമ്മൾ സാധാ ഒരു സ്റ്റാറ്റസ് പറയല്ലേ, അതായത് ഒരു സൊസൈറ്റിയുടെ എക്സ്പെക്ടേഷൻ തന്നെയാണ്. കൂടുതൽ പൈസയുള്ള ആൾക്കാരാണെങ്കിൽ, റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഹൈ സ്റ്റാറ്റസ് ആയിട്ട് നമ്മൾ അവരെ തരംതിരിക്കുന്നുണ്ട്. ഇനി പൈസയൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അത് ലോവർ സ്റ്റാറ്റസ് എന്ന് തരംതിരിക്കുന്നതിന് ഈ ഒരു ഇൻഡിവിജ്വൽ പൊസിഷനെ സോഷ്യൽ സിസ്റ്റത്തിൽ ഡിറ്റർമൈൻ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ബേസ് ചെയ്തിട്ടാണ് ആൾക്കാരെ എന്ത് ചെയ്യുന്നത്, ഓരോ സൊസൈറ്റിയും ട്രീറ്റ് ചെയ്യുക വരെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സൊസൈറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാറ്റസിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ തരംതിരിക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുകയാണ് ചെയ്യുന്നത്, ഇതേപോലെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ആളുകളെ നമ്മൾ റാങ്ക് ചെയ്യാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആളുകളെ ലോ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഹൈ സ്റ്റാറ്റസ് എന്ന ഗ്രൂപ്പ് ആയിട്ട് തരം തിരിക്കുന്നതിനെയാണ് മക്കളെ നമ്മൾ എന്ത് പറയുന്നത്, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് ജെൻഡറിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം കൂടുതലുമായിട്ട് പൊതുവെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മെന്നാണ് ഹയർ സ്റ്റാറ്റസ്, വുമൺ ആണ് ലോവർ സ്റ്റാറ്റസ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എല്ലാവരുടെയും ഒരു പൊതുവായിട്ടുള്ള കാര്യം ബിക്കോസ് മെൻ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രെഡ് വിന്നേഴ്സ് ആണ്, അവർ അധ്വാനിക്കുന്നുണ്ട്, അവർ പൈസ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് അവർക്ക് ഹൈ സ്റ്റാറ്റസ് കൊടുക്കണം. വുമൺ എന്ന് പറഞ്ഞാൽ കിച്ചണിൽ അടുക്കളയിൽ ഒതുങ്ങിക്കൂടുന്നതാണ്, അതുകൊണ്ട് അവർക്ക് ലോ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ തരം തിരിക്കുന്നതിനെ, ഇങ്ങനെ റാങ്ക് ചെയ്യുന്നതിനെ, അല്ലെങ്കിൽ ഇങ്ങനെ ഹൈ സ്റ്റാറ്റസ് ലോ സ്റ്റാറ്റസ് എന്ന് കൊടുക്കുന്നതിനെ നമ്മൾ എന്ത് പറയുന്നുണ്ട്, നമ്മൾ ശ്രേണീകരണം എന്ന് പറയുന്നുണ്ട്, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നുണ്ട്. ക്ലിയർ അല്ലേ? യെസ്. ഇനി അടുത്തത് ജെൻഡർ റോൾസിനെ കുറിച്ചാണ്. ജെൻഡർ റോൾ എന്ന് പറഞ്ഞാൽ ഓരോ ജെൻഡറിലെ ആൾക്കാരും എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള കാര്യം പറയുന്നതാണ് ജെൻഡർ റോൾ. അപ്പൊ ഇതും നമ്മുടെ സൊസൈറ്റിയുടെ ഒരു കോൺസെപ്റ്റ് ആണ് കേട്ടോ. ഇത് എവിടെയും എഴുതിപ്പെട്ടുള്ള നിയമങ്ങളൊന്നല്ല. ഇതൊക്കെ എന്താണ്, ഇറ്റ് ഇസ് എ എക്സ്പെക്റ്റഡ് ബിഹേവിയർ ലിങ്ക് ടു എ പേഴ്സൺ സ്റ്റാറ്റസ്. ഒരു വ്യക്തിയുടെ സ്റ്റാറ്റസ് ബേസ് ചെയ്തിട്ട് അവരുടെ ബിഹേവിയർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് ജെൻഡർ റോൾസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അതായത് നമ്മുടെ സൊസൈറ്റിയുടെ എക്സ്പെക്ടേഷൻസ് ആണ്. എങ്ങനെ ഒരാള് ചിന്തിക്കണം, എങ്ങനെ ഒരാൾ സംസാരിക്കണം, എങ്ങനെ ഒരാൾ ആക്ട് ചെയ്യണം, എങ്ങനെ ഒരാൾ വസ്ത്രം ധരിക്കണം എന്നുള്ള സൊസൈറ്റിയുടെ എക്സ്പെക്ടേഷൻസ് ആണ്. മെൻ ആവട്ടെ വുമൺ ആവട്ടെ, മെൻ ഇങ്ങനെ വസ്ത്രം ധരിക്കണം, വുമൺ ഇങ്ങനെ വസ്ത്രം ധരിക്കണം, മെൻ ഇങ്ങനെ സംസാരിക്കാവൂ, വുമൺ ഇങ്ങനെ സംസാരിക്കാവൂ. ഇങ്ങനെയുള്ള സൊസൈറ്റിയുടെ എക്സ്പെക്ടേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജെൻഡർ റോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് മസ്കുലിനിറ്റി ആണോ ഫെമിനിറ്റി ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അതായത് ജെൻഡർ റോൾ ആണ് എന്ത് ചെയ്യുന്നത്, ക്യാരക്ടറിസ്റ്റിക്സ്, ആറ്റിറ്റ്യൂഡ്സ്, ആക്ഷൻസ് ഒക്കെ നോക്കുന്നത്. അസോസിയേറ്റഡ് വിത്ത് മസ്കുലിനിറ്റി, സ്ത്രീത്വമാണോ അല്ലെങ്കിൽ പുരുഷത്വമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ് യെസ് യെസ്. ഓക്കെ, അതായത് നമുക്കറിയാം, നമ്മൾ ഒരു ഫിലിമിലുള്ളതാണ്, പൂമുഖവാദിക്കൽ സ്നേഹം വിടർത്തുന്ന പൂത്തിങ്കളാവുന്നു ഭാര്യ അല്ലെ. അപ്പൊ ഇത് ഭാര്യ മാത്രം ആവണം എന്നില്ല, എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, നല്ല ലവർ ആയിട്ട് നിൽക്കാൻ പറ്റുന്നതാണ് അല്ലെ. അത് മെൻ ആവട്ടെ
വുമൺ ആവട്ടെ. പക്ഷെ സൊസൈറ്റിക്ക് ഒരു തോട്ട് ഉണ്ട്, വുമൺ എന്ന് പറയുന്നത് കിച്ചണിൽ മാത്രം ഒതുങ്ങി കൂടുന്ന ആളാണ്, വുമൺ എപ്പോഴും അവിടെ ആയിരിക്കണം. അതേപോലെ മെൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, വീട്ടിലേക്കുള്ള അരിയും സാധനവും വാങ്ങാൻ വേണ്ടിയിട്ട് അധ്വാനിച്ച് പണിയെടുത്തിട്ട് നിൽക്കണം എന്നുള്ള ഒരു തോട്ട്. അപ്പൊ ഇങ്ങനെയുള്ള സൊസൈറ്റിയുടെ എക്സ്പെക്ടേഷൻ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജെൻഡർ റോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പണ്ട് മുതലേ എന്തുണ്ടായിരുന്നു, ഒരുപാട് കീഴ്വഴക്കങ്ങൾ ഉണ്ടായിരുന്നു ഈ ഒരു ജെൻഡർ ബേസ് ചെയ്തിട്ട്. ഒരുപാട് മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു. അതായത് പണ്ടൊരു സിസ്റ്റം ഉണ്ടായിരുന്നു, സതി എന്ന് പറഞ്ഞത്. ഒരു ഭർത്താവ് മരിക്കുകയാണെങ്കിൽ ഭാര്യ എന്ത് ചെയ്യണം, ആ ചിതയിലേക്ക് എടുത്തു ചാടുന്നുള്ള ഒരു സിസ്റ്റം നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അപ്പൊ ഇതെന്താണ്, ഇതൊക്കെ ഒരു റൂൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇതൊക്കെ നമ്മുടെ സമൂഹം പരത്തിയിരിക്കുന്ന കുറച്ച് മാനദണ്ഡങ്ങളാണ് അല്ലെ. യെസ്, കുറച്ച് കീഴ്വഴക്കങ്ങളാണ്. അപ്പൊ അന്നത്തെ സ്ത്രീകൾ എന്ത് ചെയ്യായിരുന്നു, ഇങ്ങനെ എടുത്ത് ചാടുകയും ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പൊ ഒന്നും അത് പോസിബിൾ അല്ല. പിന്നീട് അത് മാറി എന്ത് ചെയ്തിട്ടുണ്ട്, കുറെ നിയമങ്ങളിലൂടെ അത് അബോളിഷ് ആയൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു പ്രാക്ടീസ് ആണ് അൺടച്ചബിലിറ്റി. ഓക്കെ, ഇതേപോലെ ജെൻഡറിലാണെങ്കിലും കാസ്റ്റിലാണെങ്കിലും ഒക്കെ ഒരു ഡിസ്ക്രിമിനേഷൻ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഇതൊക്കെ എന്തിന്റെ ബേസ് ആണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സോഷ്യൽ നോംസിന്റെ അടിസ്ഥാനത്തിൽ, ഇങ്ങനെയുള്ള സാമൂഹിക മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ഫോം ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അൺടച്ചബിലിറ്റി എന്ന് പറഞ്ഞാല് അന്ന് കാസ്റ്റ് സിസ്റ്റം ആയിരുന്നല്ലേ, അപ്പർ കാസ്റ്റ് ലോവർ കാസ്റ്റ്. ലോവർ കാസ്റ്റിലുള്ള ആൾക്കാർ അപ്പർ കാസ്റ്റിനെ കാണാൻ പറ്റില്ല, അപ്പർ കാസ്റ്റിലുള്ള ആൾക്കാർ ലോവർ കാസ്റ്റിനെ തൊടാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റത്തിൽ ഇരിക്കുന്ന വലിയ 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 പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്തുകൊണ്ടാണ്, ഇങ്ങനെയുള്ള സോഷ്യൽ നോംസ് കാരണമാണ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ജെൻഡർ ആയാലും നമ്മുടെ കാസ്റ്റ് ആയാലുള്ള ഡിസ്ക്രിമിനേഷൻ ഒന്നും ഇപ്പൊ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ജീവിക്കുന്ന ഈ ഒരു സൊസൈറ്റിയിൽ തന്നെ ഇങ്ങനെ ഒരു പ്രാക്ടീസസ് ഒക്കെ നടന്നിരുന്നു എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി അടുത്തത് സോഷ്യൽ നോംസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. സോഷ്യൽ നോംസ് എന്ന് പറഞ്ഞാൽ അതൊരു നിയമമല്ല. അതെന്താണ്, അൺറിട്ടൺ ആയിട്ടുള്ള റൂൾസ് ആണ്. ഒരാളുടെ വിശ്വാസത്തെ കുറിച്ച്, അവരുടെ പെരുമാറ്റത്തെ കുറിച്ച്, അവരുടെ ആറ്റിറ്റ്യൂഡിനൊക്കെ കുറിച്ചിട്ട് സൊസൈറ്റി പറയുന്ന കുറച്ച് അൺറിട്ടൺ ആയിട്ടുള്ള റൂൾസ് ആണ്. എവിടെ എഴുതിയിട്ടുള്ള ഒരു നിയമവുമല്ല എന്തെന്ന് പറയുന്നത്, സോഷ്യൽ നോംസ് അല്ലെങ്കിൽ സാമൂഹിക മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സോഷ്യൽ നോംസ് രണ്ട് തരത്തിലുണ്ട്, നല്ലതുമുണ്ട്, കുറച്ച് പ്രശ്നകരമായിട്ടുള്ളതുണ്ട്. നല്ലതെന്ന് പറഞ്ഞാൽ എവിടെയും നമ്മളോട് പറഞ്ഞില്ല, ആളുകളെ കാണുമ്പോൾ ഗ്രേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യുമ്പോൾ താങ്ക്സ് പറയണം എന്നൊന്നും എവിടെയും പറഞ്ഞില്ല. പക്ഷെ നമ്മളൊരു മോറൽ വാല്യൂസിന്റെ അടിസ്ഥാനത്തിൽ അതൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത് നല്ല രീതിയിലുള്ള ഒരു സോഷ്യൽ നോംസ് ആണെന്ന് പറയാം. പക്ഷെ നേരത്തെ കണ്ടതുപോലെയുള്ളതൊക്കെ നമ്മുടെ സതി, അതേ അൺടച്ചബിലിറ്റി ഒക്കെ, അതൊക്കെ എന്താണ്, അതൊക്കെ നല്ല രീതിയിലുള്ള നോംസ് അല്ല അല്ലെ. അതൊക്കെ നല്ല ഒരു വശത്ത് നമുക്ക് നല്ല മാനദണ്ഡങ്ങളായി അല്ലെങ്കിൽ കീഴ്വഴക്കങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇനിതാ നിങ്ങൾക്ക് ചിലപ്പം ഒരു ലോ ഏതാണ്, നോം ഏതാണെന്ന തരത്തിൽ ഒരു ക്വസ്റ്റ്യനും ഈ ഒരു സെഷനിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഡു നോട്ട് ഫിസിക്കലി ഹറാസ് എനിവൺ, ഒരു വ്യക്തിയെ ശാരീരികമായി ഉപദ്രവിക്കരുത് എന്ന് പറയുന്നത് ഒരു നിയമമാണോ അല്ലെങ്കിൽ ഒരു നോമാണോ? യെസ്, അതൊരു ലോ ആണെന്ന് നമുക്ക് പറയാം. ഇനി അടുത്തത് റെസ്പെക്ട് എൽഡർലി സിറ്റിസൺ എന്നാണ് പറയുന്നത്. മുതിർന്ന പൗരരെ ബഹുമാനിക്കണമെന്ന്. അപ്പൊ മുതിർന്ന പൗരരെ ബഹുമാനിക്കണമെന്ന് എവിടെ നിയമമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അത് നമ്മളുടെ ഒരു മോറൽ വാല്യൂസിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് അതിന് ഒരു നോം എന്ന് പറയാൻ പറ്റുന്നതാണ്. അപ്പൊ ഇത്തരത്തിലും ക്വസ്റ്റ്യൻ വരുമെന്നാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത് കേട്ടോ. ഇനി അടുത്ത വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വാർപ്പ് മാതൃകളെ കുറിച്ച്, ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിനെ കുറിച്ച്. എനിക്കറിയാം നിങ്ങൾക്ക് ഏറ്റവും ടഫ് ആയിട്ടുള്ള ഒരു പോർഷൻ തന്നെയാണ് ഈ ഒരു ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്നുമില്ല, ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ആളുകളെ തരംതിരിക്കുകയാണ് ചെയ്യുന്നത്, ജനറലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. സൊസൈറ്റി തന്നെ പറയാണ്, യെസ് മെൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം, വുമൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം എന്നുള്ള ആ ഒരു ജനറലൈസ് ചെയ്യുന്ന സംഭവത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, classifying people into groups based on oversimplified or generalized assumption. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് സ്റ്റീരിയോ ടൈപ്സ് വരുന്നതെന്ന് വെച്ചാൽ അത് കാസ്റ്റിലൂടെ ആവാം, അതേപോലെ ക്ലാസ്സിലൂടെ ആവാം, റിലീജിയനിലൂടെ ആവാം, ഒക്യുപ്പേഷൻ, ലാംഗ്വേജ്, ജെൻഡറിലൊക്കെ നമുക്ക് സ്റ്റീരിയോ ടൈപ്സിനെ കാണാൻ പറ്റും. കുറച്ച് ആൾക്കാർക്ക് കുറച്ച് കോൺസെപ്റ്റ്സ് ഉണ്ടാവും. യെസ്, വുമൻസ് ഇങ്ങനെ ബിഹേവ് ചെയ്യാവും, മെൻസ് ഇങ്ങനെ ബിഹേവ് ചെയ്യാവും. അപ്പൊ ഇങ്ങനെയുള്ള തോട്ടിനെയാണ് നമ്മൾ ജെൻഡറിലുള്ള സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ നമ്മൾ പറയും, എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ സൊസൈറ്റി പറയും, എന്ത് ആണുങ്ങളൊന്നും ക്ലാസിക്കൽ ഡാൻസർ ഒന്നും ചെയ്യാൻ പറ്റില്ല, ക്ലാസിക്കൽ ഡാൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ല, അതൊക്കെ സ്ത്രീകൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ശരിക്കും എവിടെയെങ്കിലും അതൊരു നിയമമായിട്ട് പറഞ്ഞിട്ടുണ്ടോ? എല്ലാവർക്കും ഡാൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത്തരത്തില് ഇത് വുമൻസിന് ഇത് മെൻസിനൊന്ന് ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്നും നമുക്കൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പൊ ഇതെങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് വെച്ചാൽ ചില തെറ്റായിട്ടുള്ള കുറച്ച് ക്വാളിറ്റീസ് വെച്ചിട്ടോ അല്ലെങ്കിൽ പാർഷ്യലി കറക്റ്റ് ആയിട്ടുള്ള കുറച്ച് നോഷൻസ് വെച്ചിട്ടോ ആളുകൾ എന്ത് ചെയ്യുക, ഇതാണ് മെന്നിന്റെ ക്വാളിറ്റി, ഇതാണ് വുമന്റെ ക്വാളിറ്റി എന്ന് തരംതിരിക്കുന്നതിലൂടെയാണ് നമ്മൾ സ്റ്റീരിയോ ടൈപ്സുകൾ ഇങ്ങനെ
പൊട്ടിമുളയ്ക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു സ്റ്റീരിയോ ടൈപ്പിൽ തന്നെ മീഡിയയുടെ ഒരു പങ്ക്, മീഡിയയിലൂടെ എങ്ങനെയാണ് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് ഫോം ചെയ്യുന്നത്, അതേപോലെ തന്നെ ലാംഗ്വേജിലൂടെ എങ്ങനെയാണ് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് ഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ മീഡിയയിലൂടെ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ ഫിലിംസിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഫിലിമിലൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കൂടുതലും മെയിൽ ക്യാരക്ടേഴ്സ് ഭയങ്കര ബോൾഡ് ആയിരിക്കും, സ്ട്രോങ് ആയിരിക്കും, ഭയങ്കര ഹീറോയിക് ക്യാരക്ടേഴ്സ് കൂടുതലും കാണിക്കുന്നത് മെയിൽ ആയിരിക്കും അല്ലെ. പക്ഷെ നമ്മുടെ ഫീമെയിൽ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിലോ അവർ ഭയങ്കര സ്വീറ്റ് ആയിരിക്കും, ലവിങ് ആയിരിക്കും. അത്തരം റോൾസ് ആണ് ഫീമെയിൽസിന് കൊടുക്കുന്നത്. അപ്പൊ ഇത് തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് സൊസൈറ്റിയിൽ തോന്നും, ഓ ഇനി മെയിൽസ് ഇങ്ങനെയും ഫീമെയിൽസ് ഇങ്ങനെയാണോ എന്നുള്ളൊരു ഡൗട്ട് നമ്മുടെ തലയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് മീഡിയയിലൂടെ ജെൻഡർ സ്റ്റീരിയോ ടൈപ്സ് വരുന്നത്. അതേപോലെ തന്നെ അഡ്വർടൈസ്മെന്റ് നോക്കുകയാണെങ്കിൽ ബ്യൂട്ടി പ്രൊഡക്ട്സ്, പിന്നെ കിച്ചൺ പ്രൊഡക്ട്സ്, ഇതിലൊക്കെ സ്ത്രീകളാണ് കാണിക്കുന്നത്. പവറൊക്കെ ഉള്ള എനർജി ഒക്കെ കാണിക്കുന്നത് സിമെന്റ് പോലെയുള്ള പ്രൊഡക്ട്സിന്. പിന്നെ റൈഡിങ്, അതായത് ബോയ്സിന് മാത്രമേ റൈഡിംഗ് ഒക്കെ അറിയുള്ളൂ, ബൈക്ക് റൈഡേഴ്സ് ഒക്കെ ബോയ്സേ ആവാൻ പാടുള്ളൂ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. അപ്പൊ അത്തരത്തിലുള്ള പരസ്യങ്ങളിലൊക്കെ കൂടുതലും മെന്നിനെയാണ് കാണാൻ പറ്റുന്നത്. കൂടുതലുമാണ് കേട്ടോ, മെജോറിറ്റി ആണ് ഞാൻ പറയുന്നത്, എല്ലാവരും എന്നല്ല. ഓക്കെ, അപ്പം ഇത്തരത്തിലൂടെയാണ് മീഡിയയിലൂടെ എന്ത് വരുന്നത്, ജെൻഡർ സ്റ്റീരിയോ ടൈപ്സ് വരുന്നത്. ഓക്കെ, ഇനി ലാംഗ്വേജിൽ നോക്കുകയാണെങ്കിൽ, ഭാഷയിൽ നോക്കുകയാണെങ്കിൽ, ഭാഷയിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ഉണ്ടാവില്ലേ, യെസ്, അതായത് ഒരു കേസ്, യെസ്, ആക്ടേഴ്സിനെ കുറിച്ച് തന്നെ നമുക്ക് പറയാം. അപ്പൊ സൂപ്പർ സ്റ്റാർ, ശരിക്കും ഇവരെല്ലാവരും സൂപ്പർ സ്റ്റാർസ് ആണ്. പക്ഷേ ഒരു വിഭാഗം സമൂഹം എന്ത് ചെയ്യുന്നുണ്ട്, ഇവരെ രണ്ടുപേരെയും മാത്രം മാറ്റിയിട്ട് ലേഡി സൂപ്പർ സ്റ്റാർ എന്നും ഇവരെ സൂപ്പർ സ്റ്റാർ എന്നും വിളിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ എന്തിനാ ആവശ്യം? എല്ലാവരും സൂപ്പർ സ്റ്റാർസ് തന്നെയല്ലേ, ഇവിടെ എന്തിനാണ് ഒരു ലേഡി എന്നുള്ള ഒരു വാക്കിന് ആവശ്യം? ആവശ്യമില്ല. ഇങ്ങനെ വാക്കുകളിലൂടെ ഈ സ്റ്റീരിയോ ടൈപ്സ് വരുന്നതാണ് നമ്മൾ ജെൻഡർ സ്റ്റീരിയോ ടൈപ്സ് ത്രൂ ലാംഗ്വേജസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവര് മൊത്തം എന്താണ്, സൂപ്പർ സ്റ്റാർസ് തന്നെയാണ്. ഇനി മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡോക്ടർ എന്ന് പറയുമ്പോൾ അത് മെന്നിനെ സൂചിപ്പിക്കുന്നത് പോലെയാണ് സൊസൈറ്റി ബിഹേവിങ്. പിന്നെ അതേപോലെ ലേഡി ഡോക്ടർ എന്ന് പറയുമ്പോൾ അത് ഫീമെയിലെ സൂചിപ്പിക്കും പോലെയാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഡോക്ടേഴ്സ് ആണ്. ഈ എക്സാമ്പിൾ മാത്രമല്ല, ബാക്കി നമ്മുടെ എഞ്ചിനീയേഴ്സ് ആവട്ടെ, എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞാൽ അത് മെന്നാണെന്നുള്ള ഒരു തോട്ടുണ്ട്. അതേപോലെ നഴ്സ് എന്ന് പറഞ്ഞാൽ അത് വുമൺ ആണെന്നുള്ള തോട്ടുണ്ട്. ടീച്ചർ എന്ന് പറയുമ്പോഴും അത് വുമൺ ആണെന്നുള്ള തോട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ മാറ്റേണ്ടതുണ്ടല്ലേ, ബിക്കോസ് എല്ലാ പ്രൊഫഷനും എല്ലാവർക്കും ആണ്. അവിടെ മെയിൽ ഫീമെയിൽ എന്നുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ഇല്ല. എല്ലാവരും എന്താണ്, ടീച്ചേഴ്സ് ആണ്, എല്ലാവരും എന്താണ്, ഡോക്ടേഴ്സ് ആണ്, എല്ലാവരും എന്താണ്, നഴ്സുകളാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ലാംഗ്വേജിലുള്ള സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് ജെൻഡറിൽ എന്തും കാണാൻ പറ്റുന്നുണ്ട്, ഒരുപാട് വയലൻസസ് കാണാൻ പറ്റുന്നുണ്ട്. ഒരു എക്സാമ്പിൾ ഇതാ ഈ ന്യൂസ് പേപ്പർ റീഡിങ്സിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. സ്ത്രീധനം എന്നാണ്, പുരുഷധനം എന്നില്ലല്ലോ. അപ്പൊ സ്ത്രീകളാണ് എന്ത് ചെയ്യുന്നത്, സ്ത്രീധനം കൊടുക്കുന്നത്. അപ്പൊ ഇതെന്താണ്, ഇതൊരു ജെൻഡർ ബേസ്ഡ് വയലൻസ് ആണ്. അതേപോലെ തന്നെ എന്താണ്, സെക്ഷൽ അസോൾട്ട് നമുക്ക് പറയാൻ പറ്റും. ഫീമെയിൽ ഫീറ്റിസൈഡ് അല്ലെ, ഭ്രൂണഹത്യ എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കുറച്ച് വയലൻസുകൾ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഒരു വയലൻസും ഇല്ലാത്ത നല്ല പീസ്ഫുൾ ആയിട്ടുള്ള എല്ലാവരെയും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന, എക്കണോമിക്കലി ആവട്ടെ പൊളിറ്റിക്കലി ആവട്ടെ ജസ്റ്റിസ് ഉറപ്പ് വരുത്തുന്ന സൊസൈറ്റിയെ നമ്മൾ എന്ത് പറയുന്നുണ്ട്, യെസ്, ജസ്റ്റിസ് സൊസൈറ്റി എന്ന് പറയുന്നുണ്ട്, ന്യായ സമൂഹം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു സെഷനിൽ ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പൊ പണ്ട് എന്തുണ്ടായിരുന്നു, ഒരുപാട് ഡിസ്ക്രിമിനേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ജെൻഡറിൽ ഉണ്ടായിരുന്നു. അതായത് അപ്പർ ക്ലോത്ത് റിവോർട്ട് ആവട്ടെ, അതായത് പ്രത്യേകം ഒരു തിരുവിതാംകൂറിലുള്ള സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാനുള്ള ഒരു അവകാശമില്ലായിരുന്നു. ഓക്കെ, അപ്പൊ ഇതിനെതിരായിട്ട് ഫൈറ്റ് ചെയ്തിട്ടാണ് എന്ത് വന്നത്, മാറുമറക്കൽ സമരമൊക്കെ വന്നത്. അതേപോലെ തന്നെ കല്ലുമാല അപ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ പുലയ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ, കൊല്ലത്ത് പുലയ കമ്മ്യൂണിറ്റി എന്നുള്ള ആൾക്കാർ എന്ത് ചെയ്യായിരുന്നു, നെക്ലേസസുകൾ ധരിക്കേണ്ടിയിരുന്നു. എങ്ങനെയുള്ള നെക്ലേസാ, കല്ല് കൊണ്ടും കുപ്പിച്ചില്ല് കൊണ്ടും ഒക്കെ നിർമ്മിച്ച നെക്ലേസുകൾ. അപ്പൊ അതൊക്കെ ധരിക്കുമ്പോൾ അത് ഒരുപാട് ഉപദ്രവം ആർക്ക് വരുത്തുന്നുണ്ട്, സ്ത്രീകൾക്ക് വരുത്തുന്നുണ്ട് അല്ലെ. അപ്പം ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്താണെന്ന്. ഒരു ജെൻഡറിനെ സുപ്പീരിയോറിറ്റി കാണിക്കാൻ, അവരുടെ ആധിപത്യം കാണിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ജെൻഡറിനെ നമ്മൾ താത്തിക്കെട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ജെൻഡറിന്റെ സുപ്പീരിയോറിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് മറ്റേ ജെൻഡറിനെ നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, സപ്രസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ഈ ഒരു പോയിന്റ് കൂടെ നിങ്ങൾ നോക്കുക, ഇമ്പോർട്ടന്റ് ആയിട്ട് വൺ വേർഡിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 2023 അതായത് 3ാമത്തെ വനിതയാണ് നോബൽ പ്രൈസ് കിട്ടുന്നത്, ഇൻ എക്കണോമിക്സ് കിട്ടുന്ന വനിതയാണ് ആര്, ക്ലൗഡിയ ഗോൾഡിൻ എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ വർക്ക് കൂടെ നിങ്ങൾ നോക്കുക, എന്താണ്, വർക്കിംഗ് വുമൺ ആൻഡ് ദ കോസസ് ഓഫ് ജെൻഡർ ഡിഫറൻസ് ആൻഡ് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഏർണിംഗ്സ്. ഈ ഒരു വർക്കിന്, ഈ ഒരു റിസർച്ച് പേപ്പറിനാണ് ക്ലൗഡിയ ഗോൾഡിന് 2023 നോബൽ പ്രൈസ് ഇൻ എക്കണോമിക്സ് കിട്ടിയത്. ഇത് കിട്ടിയ 3ാമത്തെ വനിതയാണ് കേട്ടോ ആര്, ക്ലൗഡിയ ഗോൾഡിൻ എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കിയിട്ട്
വെക്കേണ്ടതുണ്ട്. ഇനി അവസാനമായിട്ട് ഈ ചാപ്റ്ററിൽ നമുക്ക് ഒറ്റ കാര്യം കൂടി പറയാനുള്ളൂ, ജെൻഡർ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്. നമ്മളെ ജെൻഡറിനെ സപ്പോർട്ട് ചെയ്ത് ജെൻഡർ ഈക്വാലിറ്റി കാണിച്ചുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഓരോ ആർട്ടിക്കിൾസും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ടാബിളോട് പഠിച്ചാൽ നമ്മുടെ ചാപ്റ്റർ സെറ്റ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഉറപ്പിക്കുക, ചോദ്യ പേപ്പറിൽ ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ആർട്ടിക്കിൾ 14 എന്താ പറയുന്നതെന്ന് വെച്ചാൽ എല്ലാ ജെൻഡേഴ്സും എല്ലാ ലിംഗ പദവികളും ഈക്വൽ ആയിരിക്കണം, തുല്യരായിരിക്കണം. ആർട്ടിക്കിൾ 15 എന്താ പറയുന്നത് വെച്ചാൽ ആർട്ടിക്കിൾ 14 ഈക്വാലിറ്റി ഓഫ് ഓൾ ജെൻഡർ പറയുന്നത്. ആർട്ടിക്കിൾ 15 ജെൻഡർ ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്നാണ് പറയുന്നത്. ആർട്ടിക്കിൾ 16 എല്ലാ ജെൻഡേഴ്സും ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. എഡ്യൂക്കേഷൻ ആവട്ടെ, അതേപോലെ ജോലി ആവട്ടെ, അതിലൊക്കെ അതേപോലെ അവസര സമത്വം കൊടുക്കണം എന്നാണ് ആർട്ടിക്കിൾ 16 പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 19(1)(a) നോക്കിയാൽ എല്ലാ ജെൻഡേഴ്സിനും എന്തിനുള്ള റൈറ്റ് ഉണ്ട്? ഫ്രീലി എക്സ്പ്രസ് ദിയർ ഐഡന്റിറ്റി ത്രൂ ഡ്രസ്, ബിഹേവിയർ, ആക്ഷൻ. ഇതിലൂടെയൊക്കെ അവരുടെ ജെൻഡർ ഐഡന്റിറ്റി അവർക്ക് റിവീൽ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടെന്നാണ് ഏത് പറയുന്നത്? 19(1)(a) പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 21 എല്ലാ ജെൻഡേഴ്സിനും എന്തിനുള്ള റൈറ്റ് ഉണ്ട്? ഡിഗ്നിറ്റി, ഇൻഡിവിജ്വൽ ലിബർട്ടി, പ്രൈവസിക്ക് ഒക്കെയുള്ള റൈറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ആരും എന്ത് ചെയ്യരുത്? ഒരാളുടെയും സ്വകാര്യതയിലേക്ക് എടുത്തു പോകാൻ അല്ലെങ്കിൽ ഒളിഞ്ഞു നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകരുത്. അതൊക്കെ അവരുടെ ഇൻഡിവിജ്വൽ റൈറ്റ്സ് ആണ്. ഇനി ആർട്ടിക്കിൾ 15(a) എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഓഫ് ഇന്ത്യൻ സിറ്റിസൺസ് ടു റിനൗൺസ് പ്രാക്ടീസസ് ഡെറിഗ്രേറ്ററി ടു ദ ഡിഗ്നിറ്റി ഓഫ് വുമൻ. സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ പരിത്യജിക്കേണ്ടത് ഇന്ത്യൻ പൗരരുടെ മൗലിക കർത്തവ്യമാണ്. അപ്പം സ്ത്രീകൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തു നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. സതിയാവട്ടെ, അതേപോലെ തന്നെ എന്താ ചൈൽഡ് മാരേജ് ആവട്ടെ. അപ്പം ഇതിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റഡ് ആവണം എന്നുള്ള കാര്യമാണ് എന്ത് പറയുന്നത്? നമ്മുടെ അനുച്ഛേദം 51(a)(c) പറയുന്നത്. സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുന്ന ആചാരങ്ങൾ പരിത്യജിക്കേണ്ടത് ഇന്ത്യൻ പൗരരുടെ മൗലിക കർത്തവ്യമാണ്, ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്നാണ്. അപ്പൊ നമ്മുടെ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇത്രയുള്ള മക്കളെ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ചാപ്റ്ററിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ലൈവ് കൃത്യമായിട്ട് കാണുക. അപ്പൊ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക? നമ്മുടെ വീഡിയോ അങ്ങ് അയച്ചു കൊടുക്കുക. അപ്പൊ എല്ലാവർക്കും ബൈ, ഓൾ ദി വെരി ബെസ്റ്റ്.